യെസ്, അങ്ങനെ വിരട്ടി നിർത്തി വഴിക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. അത് ഇറാന്റെ കാര്യത്തിൽ എത്ര കണ്ട് പ്രായോഗികമായ ഒന്നാണ്. അപ്പോൾ സമാധാന കരാർ അല്ലെങ്കിൽ സമാധാന നീക്കങ്ങൾ പാടെ അട്ടിമറിക്കുന്നതും തകിടം മറിക്കുന്നതും ഇറാനാണെന്ന് അമേരിക്ക വീണ്ടും കുറ്റപ്പെടുത്താൻ കാരണമായി നിരത്തുന്നത് എന്താണ്? അതിനോടുള്ള ഇറാന്റെ പ്രതികരണം എങ്ങനെയാണ്? ഇതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് അപ്രായോഗികമായിട്ടുള്ള ഈ ആണവ പദ്ധതി എന്നത് അത്തരം ചർച്ചകളോട് തങ്ങൾക്ക് വൈമുഖ്യമില്ല. നേരത്തെ 2015 ദീർഘകാലം 18 മാസത്തോളം ചർച്ച ചെയ്തുകൊണ്ടാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങളുമായിട്ട് ഒരു ആണവ കരാർ തങ്ങൾ രൂപപ്പെടുത്തിയത്. പക്ഷേ ആ കരാറിൽ നിന്ന് 2018 ഏകപക്ഷീയമായിട്ട് അമേരിക്ക പിന്മാറുകയായിരുന്നു. ഇപ്പോൾ പോലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെടുന്നത് ആണവ പദ്ധതികളിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറണം, സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങൾക്ക് കൈമാറണം, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പരമാവധി നിജപ്പെടുത്തണം എന്നതുൾപ്പെടെ ഒരു രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട, രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട, പൊതു താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട, ജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളിൽ ഈ സ്വഭാവത്തിൽ ഒരു വൈദേശിക രാഷ്ട്രം കടന്നുകയറുന്നത് ഒരു രാജ്യത്തിനും അനുവദിച്ചു കൊടുക്കാനാവില്ല. ഒരു പേർഷ്യൻ സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു വിട്ടുവീഴ്ചകളും ഒരു കീഴടങ്ങലിൻ്റെതായിട്ടുള്ള ഒരു സമീപനവും സ്വീകരിക്കാത്ത ഒരു രാജ്യമാണ് ഇറാൻ. ഇത് പതിറ്റാണ്ടുകളായിട്ട് അമേരിക്കക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ പല ചർച്ചകളിലും ഒരു രമ്യമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള പല നിർദ്ദേശങ്ങളും തങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം എന്നത് ഹോർമുസ് തുറക്കാനുള്ള ഒരു സൗകര്യം ആദ്യം ഒരുക്കുക, അതിനുവേണ്ടി യുദ്ധവിരാമം നടപ്പാക്കുക, മേഖലയിൽ ഉടനീളം ഒരു യുദ്ധവിരാമത്തിനുള്ള ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കുക, ലബനാനിലും ഗസയിലും ഒക്കെ ആ വെടിനിർത്തൽ അനിവാര്യമാണ്. ഇതുൾപ്പെടെ പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. 2 മാസത്തിനുള്ളിൽ വേണമെങ്കിൽ ആണവ പദ്ധതി ഉൾപ്പെടെ മറ്റു കാര്യങ്ങളും സ്വതന്ത്രമായി നമുക്ക് ചർച്ച ചെയ്യാമെന്നതായിരുന്നു തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം. പക്ഷേ ആ നിർദ്ദേശം മറ്റ് രാജ്യങ്ങളിലും സ്വീകാര്യമായിരുന്ന ആ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് തന്റേതായിട്ടുള്ള ഒരു ആധിപത്യ മനോഭാവത്തിലൂടെ തകിടം മറിക്കുന്നു. ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിലും അമേരിക്ക മുന്നോട്ട് വെക്കുന്നത് പൂർണ്ണമായിട്ടും വിധേയപ്പെട്ടു നിൽക്കുന്ന പിന്നെ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കരാറിൽ ഒപ്പുവെക്കണമെന്ന്. അത് ഒട്ടും സ്വീകാര്യമല്ല. അത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ, രാജ്യത്തിന്റെ പരമാധികാരം ഇതൊക്കെ മുൻനിർത്തി മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് ഇറാൻ നേതൃത്വം. എന്തായാലും ഒട്ടുമേ ആശ്വസിക്കാൻ വകയില്ലാത്ത നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോഴും ബാക്കിയാവുന്നത്. ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കുമെന്നതാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. എന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നറിയിപ്പിലൂടെ, ഭീഷണികളിലൂടെ കരാറിൽ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കാം എന്നുള്ളതാണ് ട്രംപ് കരുതുന്നത്. പക്ഷേ ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് പെസഷ്കിയാൻ അത്തരം ഭീഷണികളെയൊക്കെ പൂർണ്ണമായും തള്ളുകയാണ്. അങ്ങനെയെങ്കിൽ വരും മണിക്കൂറുകൾ നിർണായകമാണ്. ട്രംപ് ആക്രമിക്കുമോ, ആക്രമിച്ചാൽ തന്നെ ഇറാന്റെ മറുപടിയും പ്രതികരണവും എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളത് അങ്ങേയറ്റം ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അതേസമയം വലിയ ആശങ്കയും ഞെട്ടലും നടുക്കവും ഉണ്ടാക്കുന്ന വാർത്തകൾ ഒമാനിൽ നിന്നും വരുന്നുണ്ട്. ഒമാൻ തീരത്ത് ഇന്ത്യൻ ജീവനക്കാരുള്ള എണ്ണക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 3 ഇന്ത്യൻ പൗരന്മാരെ കാണാനില്ല എന്ന വിവരവും പുറത്തു വരുന്നു. 21 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. അമേരിക്കൻ അഫയേഴ്സ് ചാർജ് ജെയ്സൺ മിക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി പ്രാദേശിക അധികാരികളുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് മസ്കത്തിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. വിശദാംശങ്ങളുമായി ചേരുന്നത് മസ്കറ്റിൽ നിന്ന് അലി കൂട്ടായും ഡൽഹിയിൽ നിന്ന് റഷീദ് ബിൻ മുഹമ്മദുമാണ്. ആദ്യം അലിയിലേക്ക്. അലി, എന്താണ് മസ്കറ്റിൽ നിൽക്കുമ്പോൾ ഈ ആക്രമണത്തെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? എപ്പോഴാണ് ഈ കപ്പലിന് നേരെ, ആരാണ് ആക്രമിച്ചത് എന്ന വിവരങ്ങളുണ്ടോ? ഈ കാണാതായ ഇന്ത്യൻ പൗരന്മാരെ കണ്ടെത്തുന്നതിന് വേണ്ടി എന്തെല്ലാം നിലക്കുള്ള ശ്രമങ്ങൾ ഈ സമയം തുടരുന്നുണ്ട്? സൈഫുദ്ദീൻ, ഒമാനിലെ സുഹാറിന് സമീപമുള്ള തീരക്കടലിലാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടത് എന്നാണ് വിവരം. അത് പലാവു പതാകയേന്തിയ സെറ്റബെല്ലോ എന്ന ചരക്ക് കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. കപ്പലിൽ 24 ഇന്ത്യൻ ജീവനക്കാർ ഉണ്ടായിരുന്നതായും അതിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ എംബസി പറയുന്നത് പ്രകാരം ഈ ഒരു അപകടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 3 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള തിരച്ചിൽ ഊർജിതമാക്കാനുള്ള ശ്രമങ്ങൾ ഒമാൻ അധികൃതരുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ഇന്ത്യൻ എംബസി അറിയിക്കുന്നുണ്ട്. ഇന്ന് എപ്പോഴാണ് ഈ അപകടം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇന്ത്യൻ എംബസി പറയുന്നില്ല. യഥാർത്ഥ കാരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇന്ത്യൻ എംബസി പുറത്തുവിട്ടില്ല. എന്തിനായാലും അപകടം സംഭവിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. അതിൽ 21 പേരെ രക്ഷപ്പെടുത്തുകയും 3 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ കണ്ടുകിട്ടുന്നതിനുള്ള തിരച്ചിൽ ഊർജിതമായി ഒമാൻ അധികൃതരുമായി ഏകോപിച്ച് പ്രവർത്തിക്കുന്നതായും ഇന്ത്യൻ എംബസി അറിയിക്കുന്നുണ്ട്. ഇതിപ്പോ ഈ അപകടത്തിന്റെ തൊട്ട് ഒരു ദിവസം മുമ്പാണ് മറ്റൊരു അപകടം ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ 24 ഇന്ത്യൻ ജീവനക്കാരടങ്ങുന്ന
തുടങ്ങുന്ന ഒരു കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അതിൽ 24 പേരെയും ഒമാൻ നാവികസേനയുടെ വലിയ രീതിയിലുള്ള ഇടപെടലിലൂടെയാണ് അവരെ രക്ഷിക്കാനായത്. അപകടം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ തന്നെ അവരെ നാവികസേനയെ അറിയിക്കുകയും ഒമാൻ നാവികസേന ഉടൻ അവരെ ഈ തീപിടിച്ച കപ്പലിൽ നിന്ന് പുറത്തെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി 2ാം ദിവസമാണ് വീണ്ടും ഒരു ഇന്ത്യൻ ജീവനക്കാരുള്ള ഒരു കപ്പലിന് നേരെ വീണ്ടും അപകടം ഉണ്ടാവുന്നത്. എന്തായാലും വലിയൊരു ആശങ്കയുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ എംബസി ഇത് സംബന്ധിച്ച് കൂടുതൽ ഒമാൻ അധികൃതരുമായി ഏകോപിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എന്താണ് ഇതിന് കാരണമെന്നും ഈ അപകടത്തിൽപ്പെട്ടവരെ കാണാതായവരെ കണ്ടെത്തിനുള്ള തിരച്ചിൽ ഊർജിതമായി നടത്തുന്നുമുണ്ട്. സൈഫു, കാണാതായ ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ ഊർജിതമാണ്. റഷീദ് ബിൻ മുഹമ്മദ് ഉണ്ട് ദില്ലിയിൽ നിന്ന്. റഷീദ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ആ നിലക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഈ സമയത്തിനകം വിദേശകാര്യ മന്ത്രാലയം കളക്ട് ചെയ്തിട്ടുണ്ടോ? ഈ കാണാതായ പൗരന്മാർക്ക് വേണ്ടിയുള്ള തിരച്ചിലിന്റെ കാര്യത്തിൽ ഒമാൻ എന്തെല്ലാം വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറുന്നുണ്ട്? വിശദാംശങ്ങൾ എന്താണ്? സേഫു, ഒമാൻ തീരത്ത് ഇന്ത്യൻ നാവികരടക്കമുള്ള കപ്പലിൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നടത്തിയിരിക്കുന്നത്. അതേസമയം ഈ ആക്രമണം എപ്പോഴാണ്, എങ്ങനെയാണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോഴും വിലയിരുത്തുകയാണ്. ഇതിനായി ഒമാൻ മന്ത്രാലയവുമായൊക്കെ തന്നെയും ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 21 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതേസമയം 3 ഇന്ത്യക്കാരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇവരെ കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. ഇതിനായി ഒമാൻ എംബസിയുമായും ഒമാനിന്റെ സർക്കാർ സംവിധാനങ്ങളുമായൊക്കെ തന്നെയും വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെടുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം അമേരിക്കയിൽ അഫയേഴ്സ് ചാർജ് ജേസൺ മിക്സിനെ കൂടി വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഡൽഹിയിലെ ആസ്ഥാനത്തേക്കാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ കപ്പലുകൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഇദ്ദേഹത്തോട് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. അതോടെ തന്നെ ഈ ആക്രമണത്തെ ഇന്ത്യ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആക്രമണം ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്നുള്ളതിൽ ഇതൊരു വ്യക്തത വരുത്താൻ ഇതുവരെയും വിദേശകാര്യ മന്ത്രാലയത്തിന് ആവുകയും ചെയ്തിട്ടില്ല. എന്തായാലും അമേരിക്കയുമായി കൂടുതൽ ബന്ധം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കമാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനും വലിയ തോതിലുള്ള ദോഷം വരുത്തുമെന്നുള്ളത് തന്നെ വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ആശയവിനിമയങ്ങൾ നടത്തി വരികയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ 3 ഇന്ത്യക്കാരെ കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉടൻ എടുക്കണമെന്നുള്ള കാര്യം വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഒമാൻ സർക്കാർ അധികൃതരോട് ആവശ്യപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ 21 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ചില പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. ഇനി ഇവരുടെ പരിക്ക് എത്രത്തോളമാണ്, ഈ രക്ഷപ്പെടുത്തിയ ആളുകളെ എങ്ങോട്ടേക്കാണ് മാറ്റിയതെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി തന്നെ, അതായത് ഏറെ ഗൗരവത്തോടു കൂടി തന്നെ ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നുള്ള തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. 21 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ആശ്വാസമാണ്. പക്ഷേ രക്ഷപ്പെട്ട 21 പേർക്ക് കാര്യമായ പരിക്കുണ്ടോ എന്ന ആശങ്കയുണ്ട്. അങ്ങനെയെങ്കിൽ പൂർണ്ണമായ വിവരങ്ങൾ വരും മണിക്കൂറുകൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. നിലവിൽ 3 പേരെ കാണാനില്ല. കാണാതായവർക്ക് വേണ്ടിയുള്ള ഊർജിതമായ തെരച്ചിൽ നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആരാണ് ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം നടത്തിയെന്നുള്ള കാര്യത്തിലും ഈ സമയം വ്യക്തതയില്ല. വിശദാംശങ്ങൾ നൽകിയത് അലിയും ഒപ്പം റഷീദും. കുവൈത്ത്, ബഹ്റൈൻ, ജോർദാൻ രാഷ്ട്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഖത്തർ. ആക്രമണം രാജ്യങ്ങളുടെ പരമാധികാരത്തിനും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും എതിരെയുള്ള ലംഘനമാണ്. ഇത്തരം അന്യായമായ ആക്രമണങ്ങളിൽ നിന്ന് മേഖലയെ മുക്തമാക്കേണ്ടതുണ്ട്. മേഖലയിൽ സുരക്ഷയും സമാധാനവും തിരിച്ചു കൊണ്ടുവരണം. സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കാൻ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും പിന്തുണ നൽകുന്നുവെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തിനെതിരെ ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച് കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം. സിവിലിയൻ ജനവാസ മേഖലകൾക്കും സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള ഭീഷണിയാണ് ഈ ആക്രമണങ്ങൾ. ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ കുവൈത്തിന്റെ പരമാധികാരത്തിന്റെയും അന്താരാഷ്ട്ര നിയമത്തിന്റെയും UN ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമാണ്. ഇത്തരം നടപടികൾ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ്. രാജ്യത്തിന്റെ സുരക്ഷയും പ്രദേശവും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കാനുള്ള പൂർണ്ണമായ അവകാശം കുവൈത്തിനുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു. ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രബീർ പുർക്കായസ്തക്കെതിരായ ED കേസ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി. കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസാണ് റദ്ദാക്കിയത്. ED അധികാരം ദുർവിനിയോഗം ചെയ്തെന്നും കോടതിയുടെ വിമർശനം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ പത്രപ്രവർത്തനത്തിനെതിരെയാണ് ED അധികാരം ദുർവിനിയോഗിച്ചതെന്നും കോടതി പറഞ്ഞു.
റഷീദ് ബിൻ മുഹമ്മദ് വിശദാംശങ്ങളുമായി. റഷീദ്, വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിധിയും കൂടിയാണ്. ആ വിധി പകർപ്പ് പുറത്തു വരുമ്പോൾ ഇഡിക്ക് എത്രമാത്രം തിരിച്ചടി ഉണ്ടാക്കുന്ന, രാഷ്ട്രീയ പ്രേരിതമായി കേസുകളെടുക്കുന്ന ഇഡിക്ക് നേരെയുള്ള എത്ര വലിയ അടിയാണ് ഈ കോടതി വിധി? വിധി പകർപ്പ് ലഭിച്ചിട്ടുണ്ടോ? അതിന്റെ ഉള്ളടക്കം എങ്ങനെയാണ്? സൈഫുദ്ദീൻ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗപ്പെടുത്തുന്നതിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇഡിയുടെ അന്വേഷണത്തെ ഡൽഹി ഹൈക്കോടതി പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസായിരുന്നു ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രബീർ പുരസ്കാർക്ക് നേരെയുണ്ടായ ഇഡി പ്രധാനമായും ചുമത്തിയിരുന്നത്. ഈ കേസാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും ഇഡിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം കൂടി ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണ്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അധികാര ദുർവിനിയോഗം ചെയ്തു എന്നുള്ളതാണ് ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഡൽഹി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള പത്രപ്രവർത്തനത്തിനെതിരെയാണ് ഇഡി ഇത്തരത്തിൽ അധികാര ദുർവിനിയോഗം നിയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി അംഗീകരിക്കാനാകില്ല. ഇഡിയുടെ ആരോപണം അത് തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നുള്ള കാര്യമാണ് ഡൽഹി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 2023 സമാനമായിട്ടുള്ള രീതിയിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഈ ഇഡിക്കെതിരെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ ഈ ന്യൂസ് ക്ലിക്കിലേക്ക് പണമിടപാട് നടത്തുകയും പിന്നീട് അത് കള്ളപ്പണം വെളുപ്പിക്കൽ ആവശ്യത്തിനായി പ്രബീർ പുരക്കായസ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇഡി പ്രധാനമായും ആരോപിക്കുന്നത്. എന്തായാലും ഈ ഇഡിയുടെ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേസ് പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുന്നത്. റഷീദ് ബിൻ മുഹമ്മദാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കുവൈത്തിൽ വിദേശ വിമാന സർവീസുകൾ പൂർണ്ണമായി സാധാരണ നിലയിലാകാത്തത് ആയിരക്കണക്കിന് പ്രവാസികളെ യാത്രാ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ജൂൺ 1 പ്രവർത്തനം പുനരാരംഭിച്ച ടെർമിനൽ 1 ജൂൺ 3 ആക്രമണം നടന്നതോടെ വീണ്ടും അടയ്ക്കുകയായിരുന്നു. വിദ്യാലയങ്ങളുടെ അവധിക്കാലം ആരംഭിച്ചതോടെ യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്ന സമയത്താണ് കുവൈത്തിലെ വ്യോമഗതാഗത മേഖല വീണ്ടും പ്രതിസന്ധിയിലായത്. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ജൂൺ 1 വിദേശ വിമാന കമ്പനികൾക്കായി ടെർമിനൽ 1 വീണ്ടും തുറന്നത്. ആദ്യ സർവീസ് അബുദാബിയിലേക്കുള്ള ഇത്തിഹാദ് എയർവേസിന്റേതായിരുന്നു. എന്നാൽ ജൂൺ 3 നടന്ന ഡോൺ ആക്രമണത്തിൽ ടെർമിനലിന് വീണ്ടും സാരമായ കേടുപാടുകൾ സംഭവിച്ചതോടെ വിദേശ വിമാന കമ്പനികളുടെ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. ഇതോടെ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ വലിയ തോതിൽ ബാധിക്കപ്പെട്ടു. വിമാന ടിക്കറ്റ് ലഭ്യത കുറയുകയും നിരക്കുകൾ കുത്തനെ ഉയരുകയും ചെയ്തതോടെ സാധാരണ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുകയാണ്. നിലവിൽ കുവൈത്ത് എയർവേസ് ടെർമിനൽ 4 നിന്നും ജസീറ എയർവേസ് ടെർമിനൽ 5 നിന്നുമാണ് സർവീസുകൾ നടത്തുന്നത്. വിദേശ വിമാന കമ്പനികൾ ടെർമിനൽ 1 അറ്റകുറ്റപ്പണിയും സുരക്ഷാ ക്ലിയറൻസും പൂർത്തിയാക്കുന്നതുവരെ കാത്തിരിക്കുകയാണ്. അതേസമയം കുവൈത്ത് എയർവേസും ജസീറ എയർവേസും ഘട്ടം ഘട്ടമായി കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. എന്നാൽ നിരവധി റൂട്ടുകളിൽ ഇപ്പോഴും സർവീസുകൾ പരിമിതമായി തുടരുകയാണ്. അവധിക്ക് നാട്ടിലേക്ക് പോകാൻ ഇരുന്നവരും കുവൈത്തിലേക്ക് മടങ്ങിയെത്തുവാൻ ഇരുന്നവരും അടക്കം ആയിരക്കണക്കിന് യാത്രക്കാരാണ് അനിശ്ചിതത്വത്തിൽ കഴിയുന്നത്. പലരും ദുബായ്, അബുദാബി, ദോഹ, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് നഗരങ്ങൾ വഴി ബദൽ യാത്രാ മാർഗങ്ങൾ തേടുകയാണ്. ടെർമിനൽ 1 അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണെന്നും സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയ ശേഷം മാത്രമേ വിദേശ വിമാന സർവീസുകൾ പൂർണ്ണമായി പുനരാരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി. സൗദിയിൽ ആഭ്യന്തര വിമാന ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ ദേശീയ പദ്ധതി തയ്യാറാക്കണമെന്ന നിർദ്ദേശവുമായി ശൂറ കൗൺസിൽ. യാത്രാ തീയതികൾ അടുത്തു വരുമ്പോൾ നിരക്ക് വർധനയ്ക്ക് പരിധി നിശ്ചയിക്കാനും നിർദ്ദേശം. ഹജ്ജ്, ഉംറ തീർത്ഥാടകർക്കായി സ്മാർട്ട് പാക്കേജുകൾ വികസിപ്പിക്കണമെന്നും കൗൺസിലിന്റെ ആവശ്യം. സൗദി അറേബ്യയിലെ ആഭ്യന്തര വിമാന സർവീസുകളുടെ ചെലവ് കുറയ്ക്കാനും ടിക്കറ്റ് നിരക്കുകളിലും സമയക്രമങ്ങളിലും ഇളവുകൾ വരുത്താനും ലക്ഷ്യമിട്ട് ദേശീയ പ്ലാൻ തയ്യാറാക്കാനാണ് ശൂറ കൗൺസിലിന്റെ നിർദ്ദേശം. കൗൺസിലിന്റെ 34ാമത് ഔദ്യോഗിക സെഷനിലാണ് സൗദി എയർലൈൻസിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ആഭ്യന്തര വിമാന ടിക്കറ്റ് നിരക്കുകളിലും സമയക്രമങ്ങളിലും കൂടുതൽ സൗകര്യപ്രദമായ മാറ്റങ്ങൾ കൊണ്ടുവരണം. ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം യാത്രക്കാരുടെ പേരിൽ മാറ്റം വരുത്താൻ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സൗകര്യമൊരുക്കണം. എന്നാൽ ടിക്കറ്റുകളുടെ കരിഞ്ചന്തയും വാണിജ്യ ചൂഷണവും ഒഴിവാക്കാൻ കർശന നിയന്ത്രണങ്ങളോടെയായിരിക്കും ഈ സംവിധാനം. യാത്രാ തീയതികൾ അടുത്തുവരുമ്പോൾ ടിക്കറ്റ് നിരക്കുകൾ അമിതമായി വർദ്ധിപ്പിക്കുന്നത് നിയന്ത്രിക്കാൻ പരമാവധി നിരക്ക് പരിധി നിശ്ചയിക്കണമെന്നും ശൂറ കൗൺസിൽ ആവശ്യപ്പെട്ടു. അതേസമയം ഹജ്ജ്, ഉംറ തീർത്ഥാടകർക്കായി ഹോട്ടൽ താമസവും വിമാന ടിക്കറ്റും ഉൾപ്പെടുന്ന ഏകീകൃത സ്മാർട്ട് പാക്കേജുകൾ വികസിപ്പിക്കാനും കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. തീർത്ഥാടകരുടെ യാത്ര കൂടുതൽ സുഗമവും ചെലവ് കുറയ്ക്കുന്നതുമാക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. മീഡിയ 1, ജിദ്ദ.
സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയ ഹാജിമാരുടെ മടക്കം നാളെ ആരംഭിക്കും. മദീന സന്ദർശനം പൂർത്തിയാക്കിയാണ് ഹാജിമാർ നാട്ടിലേക്ക് മടങ്ങുന്നത്. മദീന വിമാനത്താവളം വഴി കൊച്ചിയിലേക്കാണ് ഹാജിമാരുമായുള്ള ആദ്യ വിമാനം. സൗദി സമയം ഉച്ചയ്ക്ക് 2:30 മദീനയിൽ നിന്നുള്ള ആദ്യ വിമാനം. ഷോർട്ട് ഹജ്ജ് വിഭാഗത്തിലെത്തിയ 430 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിൽ യാത്രയാവുന്നത്. വ്യാഴാഴ്ച രാത്രി 11:30 സംഘം കൊച്ചിയിലെത്തും. മന്ത്രി എൻ ഷംസുദ്ദീന്റെ നേതൃത്വത്തിൽ ആദ്യ വിമാനത്തിലെ തീർത്ഥാടകരെ സ്വീകരിക്കും. ഷോർട്ട് ഹജ്ജ് വിഭാഗത്തിലുള്ളവർ 3 ദിവസത്തെയും അല്ലാത്തവർ 8 ദിവസത്തെയും മദീന സന്ദർശനം പൂർത്തിയാക്കിയാണ് മദീന വിമാനത്താവളം വഴി നാട്ടിലേക്ക് മടങ്ങുന്നത്. തീർത്ഥാടകർക്ക് വിതരണം ചെയ്യാനുള്ള 5 ലിറ്റർ സംസം വെള്ളത്തിന്റെ ക്യാനുകൾ നേരത്തെ വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങുന്ന എല്ലാ തീർത്ഥാടകരും എബോള നിരീക്ഷണത്തിന്റെ ഭാഗമായി സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകണം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതിനായുള്ള ഫോം മദീനയിൽ വെച്ച് തന്നെ തീർത്ഥാടകർക്ക് നൽകുന്നുണ്ട്. ഈ മാസം 21 മുതൽ കണ്ണൂരേക്കും 23 മുതൽ കോഴിക്കോട്ടുമുള്ള ഹജ്ജിമാരുടെ മടക്കവും ആരംഭിക്കും. ജൂൺ 30 മലയാളി ഹാജിമാരുടെ മടക്കയാത്ര പൂർത്തിയാവുക. മീഡിയ 1 മക്ക. ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് ഉറപ്പാക്കാൻ ദുബായ് സർക്കാർ പുതിയ വകുപ്പ് പ്രഖ്യാപിച്ചു. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദാണ് പ്രഖ്യാപനം നടത്തിയത്. ദുബായ് ലോഞ്ചിവിറ്റി അതോറിറ്റി എന്ന പേരിലാണ് പുതിയ വകുപ്പ്. അത്യാധുനിക ആരോഗ്യ പരിചരണം, ശാരീരിക സൗഖ്യം എന്നിവയിലൂടെ മനുഷ്യർക്ക് ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് ഉറപ്പാക്കുന്ന ലോകത്തിന്റെ കേന്ദ്രമായി ദുബായ് നഗരത്തെ മാറ്റാൻ ലക്ഷ്യമിട്ടാണ് പുതിയ അതോറിറ്റി. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനായിരിക്കും ദുബായ് ലോഞ്ചിവിറ്റി അതോറിറ്റിയുടെ പ്രസിഡന്റ്. സാമ്പത്തിക ടൂറിസം വകുപ്പ് ഡയറക്ടർ ജനറൽ ഹിലാൽ സയ്യിദ് അൽ അംറിയെ അതോറിറ്റിയുടെ ചെയർമാനായും നിയമിച്ചു. മെഡിക്കൽ സയൻസ്, ബയോടെക്നോളജി, ലൈഫ് സയൻസ് എന്നിവയുടെ സഹായത്തോടെ മനുഷ്യന്റെ ആരോഗ്യവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്താൻ വിപ്ലവകരമായ കണ്ടെത്തലുകളാണ് ലോകത്ത് നടക്കുന്നത്. ഇത്തരം ഗവേഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും ഇതിനായുള്ള നിക്ഷേപത്തിന്റെയും കേന്ദ്രമാക്കി ദുബൈയെ മാറ്റാനായിരിക്കും അതോറിറ്റിയുടെ പദ്ധതികളെന്ന് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. മീഡിയ 1 ദുബായ്. പന്തിന് പിറകെ ത്രില്ലടിച്ചു പാഞ്ഞ കാലമാണ് ഖത്തറിലെ ഫുട്ബോൾ ആരാധകർക്ക് 2022 ലോകകപ്പ്. ലുസൈലിൽ ലയണൽ മെസ്സി കപ്പുയർത്തിയതോടെ ആ പോരാട്ടവേദി അർജന്റീനിയൻ ആരാധകർക്ക് മറക്കാൻ പറ്റാത്തതായി. അമേരിക്കയിൽ ലോകകപ്പിന് വിസിൽ മുഴങ്ങുമ്പോൾ കഴിഞ്ഞ ലോകകപ്പ് നേരിട്ട് കണ്ടതിന്റെ ആവേശം പങ്കുവെക്കുകയാണ് ഖത്തറിലെ ആരാധകപ്പട. ലോകകപ്പിന് പന്തുരുളാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ലോകത്തെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പ് എന്ന് പറയുന്ന ഒരു വികാരമാണ് എങ്കിൽ ഖത്തറിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് അതൊരു വികാരത്തിൻ്റെ മഹാവിസ്ഫോടനമാണ് അല്ലേ. കാരണം കഴിഞ്ഞ ലോകകപ്പിൻ്റെ സാക്ഷിയായ ലയണൽ മെസ്സിയെ പോലെയുള്ള, നെയ്മറിനെ പോലെയുള്ള വലിയ പ്ലെയേഴ്സിനെ കണ്ട് അടഞ്ഞ ഒരുപാട് ആളുകളാണ് നമ്മുടെ കൂടെയുള്ളത്. അർജൻറ്റീന ആരാധകരാണ്. ഞാൻ അർജൻറ്റീന കപ്പടിച്ചോണ്ടോ നിങ്ങൾ ആദ്യമായിട്ട് വിളിച്ചത്? എന്താണ് ഒരു ഫീൽ? എന്താണ് ഇനിയിപ്പോൾ അത് കളിക്കാൻ പോകല്ലേ? ഫീൽ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു വേൾഡ് കപ്പ് വളരെ റിലാക്സായി വളരെ ഫ്രീ ആയിട്ട് കാണാൻ പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ടത് കപ്പ് നേടാത്തൊരു ടീം, അല്ലെങ്കിൽ ഞങ്ങളെ ഓർമ്മയിലൊരു കപ്പ് കിട്ടാത്തൊരു ടീം എന്നുള്ളൊരു അനുഭവമായിരുന്നു. ഒരു പരിഹാസങ്ങൾക്ക് മറുപടിയായി ഖത്തറിൽ നിന്ന് ഞങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് മെസ്സി ആ കപ്പ് ഉയർത്തിയൊരു രംഗം, അത് അതിങ്ങനെ ഉയർത്തുന്ന രംഗം ഒരു വല്ലാതെ ഫീൽ അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ എന്താണ് ജീവിതത്തിൽ നമുക്ക് പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഒരു അപൂർവ നിമിഷമായിരുന്നു. ഞാൻ 2014 ഖത്തറിലെത്തുമ്പോൾ നമുക്കുള്ളൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഈ 2022 വേൾഡ് കപ്പിൽ ഒരു മാച്ച് അർജൻറ്റീനയുടെ കാണുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരുപാട് കാലത്തെ ദുഷ്പേരാണ് കഴിഞ്ഞ തവണ ലയണൽ മെസ്സി തീർത്ത് കളഞ്ഞത് അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് വർഷങ്ങളിൽ തന്നെ ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ 2010 മുതൽ സജീവമായിട്ട് കാണുന്ന ആളാണ്. എന്നും വിമർശനങ്ങളും ഇതും അത്രയും ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. എത്രത്തോളം ടെൻഷൻ അടിച്ച് നിങ്ങൾക്ക് അറിയില്ല, എത്രത്തോളം കളിയാക്കലോ. അതിപ്പം ടീമിനേക്കാൾ കൂടുതൽ ഒരുപാട് ടെൻഷൻ അടിച്ച് നമ്മൾ ആരാധകരായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തോടു കൂടി നമ്മളെ കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെ അതിനെല്ലാം ഒരു വിരാമമായിക്കൊണ്ട് കവിത ഒക്കെ എഴുതുന്നുണ്ട്. ഏതായാലും ഈ ശരിക്കും നമ്മുടെ മുറ്റത്തൊരു കളി നടന്ന ഫീൽ ഉണ്ടായിരുന്നില്ലേ? ഇത് ശരിക്കും പറഞ്ഞാലേ ഒരു കേരളത്തിൽ നിന്നുള്ള മലയാളി ആരാധകൻ എന്നുള്ള നിലക്ക്, ഒരു അർജന്റീന മാത്രം എടുത്ത് പറയാനുള്ള ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലക്ക് ശരിക്കും ഒരു ഉത്സവമായിരുന്നു. നമ്മളെ സംബന്ധിച്ച് അർജന്റീനയുടെ കളി മാത്രമല്ല, എല്ലാ രാജ്യങ്ങളെ കളിയും അഥവാ എല്ലാ പ്ലേയേഴ്സിനും നേരിട്ട് കാണുക എന്നുള്ളത്. അതിലപ്പുറം ഈ പറഞ്ഞ പോലെ മെസ്സി നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നിന്നിട്ട് നമുക്ക് കിട്ടുന്ന പരിഹാസം എന്താ? നിങ്ങൾ കളർ ടി വിയിൽ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടാൽ, നിങ്ങൾ ജീവിച്ചിട്ട് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് മറുപടി നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ സെൽഫി വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കല്ലേ? ഉത്തരമില്ല, ഒരാൾക്കും ഉത്തരമില്ല.
ഈ 4 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ വീഡിയോ ഒക്കെ ഇപ്പോഴും ഫോണിലുണ്ട്. ഇത് മരിച്ചാലും നമ്മൾ എടുത്തിട്ടുണ്ടാവില്ല. എന്താ ഈ പറയണേ? ഇത് അമ്മാരി സാധനമാണ്, അത്രയും മെമ്മറബിൾ സാധനമാണ്. എന്താ വെച്ചാൽ അതൊന്നും ജീവിതത്തിൽ നമുക്ക് കിട്ടൂല. അങ്ങനെ ഒരു നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ല അത്രയും കളി കാണാം. പക്ഷേ അർജന്റീനയുടെ മുഴുവൻ കളി കാണാൻ പറ്റിയ ഒരാളാണ് സ്റ്റേഡിയത്തിൽ പോയിട്ട്. അതുപോലെ തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളെ കളിയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു സംഭവമായിരുന്നു. എന്താ വെച്ചാൽ അന്ന് പറഞ്ഞാൽ ഖത്തർ ഫ്രീ ആയിരുന്നു, നമുക്ക് സ്വതന്ത്രമായിട്ട് എല്ലാ ഭാഗത്തും. അതൊരു ആരാധകനെ സംബന്ധിച്ച്, സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ച് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോരുത്തർ സ്പോർട്സിലേക്ക് വരിക ചെയ്തത്. ആദ്യമൊക്കെ ഇങ്ങനെ മടിച്ചു. ഇത്തവണ ഈ ലോകകപ്പെത്തുന്ന സമയത്ത് ചെറിയൊരു ആവേശത്തിന് കുറവുണ്ടോ? ആവേശത്തിന് കുറവ്. പക്ഷേ ഖത്തറിലെ വേൾഡ് കപ്പിലുണ്ടായിരുന്ന ആവേശം നമ്മളൊരു സംഘാടനം ചെയ്തതിൻ്റെ തൊട്ടായിരുന്നുള്ളത്. പക്ഷേ ഇപ്പം പറഞ്ഞ തൊട്ട് നമ്മൾ ഫ്രീ ആണ്. ഭാഗ്യം ചെയ്ത പ്രവാസികളാണ് ഖത്തർ പ്രവാസികൾ. കാരണം അർജൻറ്റീന ഫാൻസ് എന്നുള്ള രീതിക്ക് നമുക്ക് മെസ്സിനെ നേരിട്ട് കാണാനും കപ്പ് കാണാനും നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായി എന്നുള്ളതാണ്. കപ്പിന് നമ്മളും കൂടി ഒരു ഭാഗമായി എന്നുള്ളൊരു സന്തോഷമായിരുന്നുള്ളത്. പക്ഷേ ഇത്തവണ ആവേശം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നാട്ടിലൊക്കെ ഇപ്പോൾ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വന്ന് ഒന്ന് അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നമ്മൾ തന്നെ കപ്പ് തൂക്കുന്നതാണ് നമ്മൾ. ഇത്തവണ ആരടിക്കും? അതെന്ത് പറയണം, നമ്മൾ തന്നെ പ്രാവശ്യം നമ്മൾ തൂക്കിയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ അർജന്റീനൻ്റെ 10ാം നമ്പർ കുപ്പായമാണല്ലോ എല്ലാവരും ഇട്ടിട്ടുള്ളത് അല്ലേ? അപ്പോൾ 10ാം നമ്പർ കുപ്പായം ഇട്ട് വന്നിരിക്കുകയാണ്. ഏതായാലും ഇത്തവണയും അർജന്റീന തന്നെ അടിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ തവണ ലോകകപ്പിൽ മെസ്സിയെ നേരിട്ട് കണ്ട, മെസ്സിയുടെ കളി കണ്ട, ലുസൈലിൽ കപ്പ് ഉയർത്തുന്നത് കണ്ട ആരാധകരുടെ ഒരു പ്രതീക്ഷ. ദോഹയിൽ നിന്ന് അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മീനാക്ഷി നട്ടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിൽ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചു. പത്രിക തള്ളിയ റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനം ചോദ്യം ചെയ്താണ് ഹർജി. റഷീദ് ബിൻ മുഹമ്മദ് വിശദാംശങ്ങളുമായി. റഷീദ്, രാഷ്ട്രീയ പോരാട്ടത്തിനൊപ്പം നിയമ പോരാട്ടത്തിലേക്കും കൂടി കടക്കുന്നതിന്റെ സൂചനകൾ നേരത്തെ നേതാക്കൾ നൽകിയിരുന്നതാണ്. ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നു. സുപ്രീം കോടതി അത് വേഗത്തിൽ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ സുപ്രീം കോടതി ഈ കേസ് വേഗത്തിൽ പരിഗണിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിലവിൽ സുപ്രീം കോടതിയിൽ വെക്കേഷൻ ബെഞ്ച് മാത്രമാണ് ഈ കേസുകൾ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടിയന്തരമായി പരിഗണിക്കണമെന്നുള്ള കോൺഗ്രസിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളാനാണ് സാധ്യത. എന്തായാലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ പത്രിക തള്ളിയ റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. ഇത് പുനഃപരിശോധിക്കണമെന്നുള്ള ആവശ്യമാണ് ഹർജിയിൽ പ്രധാനമായും കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നിയമപരമായും രാഷ്ട്രീയപരമായും ഈ സംഭവത്തെ നേരിടുമെന്നുള്ളതായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡും സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലും അറിയിച്ചിരുന്നത്. എന്തായാലും ഇന്ന് നടന്നിട്ടുള്ള യോഗത്തിന് ശേഷം, അതായത് ഹൈക്കമാൻഡിന്റെ പ്രത്യേക യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരുത്തരവാദപരമായിട്ടുള്ള നടപടി ആരോപിച്ചുകൊണ്ട് നാളെ കോൺഗ്രസ് ഹൈക്കമാൻഡും അതോടൊപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറിമാരടക്കമുള്ളവർ പ്രധാനപ്പെട്ട യോഗം ചേരുകയാണ്. കൂടുതൽ രാഷ്ട്രീയ തന്ത്രങ്ങളും അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ PCC അധ്യക്ഷന്മാരെ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടിയന്തരമായിട്ടുള്ള യോഗം ചേരാൻ കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നത്. രാവിലെ 11 മണിക്കാണ് ഡൽഹിയിൽ വെച്ച് ഈ യോഗം ചേരുക. ഇതിനുശേഷം കൂടുതൽ നിയമ നടപടികളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും കടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. റഷീദ് ബിൻ മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്. ഒമാനിൽ നിർബന്ധിത ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ പരിശോധനകൾ ആരംഭിച്ച് തൊഴിൽ മന്ത്രാലയം. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 1000 റിയാൽ വരെ പിഴ ചുമത്തുമെന്നാണ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. സുൽത്താനേറ്റിന്റെ ചില ഭാഗങ്ങളിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുന്ന സാഹചര്യത്തിൽ മന്ത്രാലയം പരിശോധന കർശനമാക്കുകയാണ്. തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് നടപടി. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്നീ 3 മാസങ്ങളിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകുന്നേരം 3:30 വരെ തുറസായ സ്ഥലങ്ങളിലും നിർമ്മാണ മേഖലകളിലും നേരിട്ട് വെയിലേൽക്കുന്ന രീതിയിലുള്ള ജോലികൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഉച്ചവിശ്രമ നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. നിർമ്മാണ കമ്പനികൾക്കും മറ്റ് തൊഴിലുടമകൾക്കും മന്ത്രാലയം വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിയമലംഘനം നിരീക്ഷിക്കാൻ രാജ്യവ്യാപകമായി പരിശോധനാ സംഘങ്ങളെ വിന്യസിച്ചിട്ടുമുണ്ട്. നിയന്ത്രണം ലംഘിക്കുന്ന കമ്പനികൾക്ക് തൊഴിൽ നിയമപ്രകാരമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പിഴകൾക്ക് പുറമെ 500 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ചുമത്തും. ജോലി സമയം മാറ്റുന്നതിലോ തൊഴിലാളികൾക്ക് മതിയായ സുരക്ഷാ മുൻകരുതലുകൾ നൽകുന്നതിൽ കമ്പനികൾ വീഴ്ച വരുത്തിയാലും നിയമലംഘനമായി കണക്കാക്കും. മീഡിയ 1, മസ്കത്ത്. കുവൈറ്റിലെ വിവിധ സലൂണുകളിലും ആരോഗ്യ സ്ഥാപനങ്ങളിലും ആരോഗ്യ മന്ത്രാലയം പരിശോധന നടത്തി. അണുബാധ നിയന്ത്രണം, വൃത്തി, അണുനശീകരണം, ജീവനക്കാരുടെ ആരോഗ്യ നിലവാരം എന്നിവ പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു നടപടി. ലംഘനങ്ങൾ കണ്ടെത്തിയ 50 കേസുകളിൽ നോട്ടീസ് പുറപ്പെടുവിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഉപഭോക്താക്കൾക്ക് സുരക്ഷിതവും ആരോഗ്യകരവുമായ അന്തരീക്ഷം ഉറപ്പാക്കുകയും രോഗവ്യാപന സാധ്യത കുറയ്ക്കുകയുമാണ് ലക്ഷ്യമെന്ന് പൊതുജനാരോഗ്യ വകുപ്പ് വ്യക്തമാക്കി. ആരോഗ്യ ചട്ടങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പരിശോധന തുടരുമെന്നും അധികൃതർ അറിയിച്ചു.
കുവൈറ്റിൽ ഹിജറ വർഷാരംഭ പൊതു അവധി പ്രഖ്യാപിച്ചു. ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത്. ദുൽഹജ്ജ് 29 പൂർത്തിയാകുന്നതിനാൽ ജൂൺ 16 അവധിയായിരിക്കും. 17 ബുധനാഴ്ച ഔദ്യോഗിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും. ദുൽഹജ്ജ് 30 പൂർത്തിയാകുന്ന ജൂൺ 17, 18 എന്നിങ്ങനെ 2 ദിവസം അവധി ലഭിക്കും. വാരാന്ത്യ അവധിക്ക് ശേഷം ഞായറാഴ്ച ഓഫീസുകൾ തുറക്കും. അവധി ദിനങ്ങളിൽ എല്ലാ മന്ത്രാലയങ്ങളും സർക്കാർ ഏജൻസികളും പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്ന് മന്ത്രിസഭ വ്യക്തമാക്കി. ദുബായ് മിനി ബസ് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും 2,60,00,000 രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ച പ്രവാസി വ്യവസായി ഡോക്ടർ ഷംഷീർ വയലിൽ. മരിച്ചവരുടെ കുടുംബത്തിന് 26 ലക്ഷം വീതം സഹായം ലഭ്യമാക്കും. പരിക്കേറ്റവരുടെ പുനരധിവാസത്തിന് 47 ലക്ഷം രൂപ ചെലവഴിക്കുമെന്നും ഡോക്ടർ ഷംസീർ വയലിൽ അറിയിച്ചു. പരിക്കേറ്റവരിൽ 2 മലയാളികളും ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 6 ഇന്ത്യക്കാരടക്കമുള്ളവരുടെ മരണത്തിനിടയാക്കി അപകടമുണ്ടായത്. ദോഹയിൽ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ സജ്ജമാക്കിയ ലൈബ്രറി വായനക്കാരിലേക്ക്. ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ വിപുൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ ഇന്ത്യൻ ഭാഷകളിലായി 6000-ലേറെ പുസ്തകങ്ങളാണ് ലൈബ്രറിയിൽ ഒരുക്കിയിട്ടുള്ളത്. ഖത്തറിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്ത വർണ്ണാഭമായ ചടങ്ങിലായിരുന്നു ഉദ്ഘാടനം. ഖത്തർ നാഷണൽ ലൈബ്രറി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടാൻ ഹ്യൂസ് മുഖ്യാതിഥിയായിരുന്നു. പുസ്തകങ്ങളോടുള്ള പ്രവാസി സമൂഹത്തിന്റെ സ്നേഹാവിഷ്കാരമാണ് ലൈബ്രറി എന്ന് അംബാസഡർ വിപുൽ മീഡിയ വണിനോട് പറഞ്ഞു. So we feel very happy. So many books have been donated by the Indian community. That shows the love of the community for books. And I'm sure that this resource will be wonderful for our younger generation, for everyone in the community who can come here, who can borrow the books, who can learn. And especially different books in different languages of India are available here. Sometimes that you miss out when you are not in India. ഇന്ത്യൻ സമൂഹത്തിന്റെ വായനയോടുള്ള സമർപ്പണത്തിന്റെ അടയാളമാണ് ഈ ലൈബ്രറി എന്നായിരുന്നു ടാൻ ഹ്യൂസിന്റെ പ്രതികരണം. I'm always amazed by the vibrancy and the efforts and dedication of the Indian community to reading, and this is just a physical manifestation of that desire to learn, to know more, and I'm really amazed at the kind of support that the ICC has from the community. അബു ഹമൂറിലെ ICC ആസ്ഥാനത്താണ് ലൈബ്രറിയും വിശാലമായ വായനാമുറിയും തയ്യാറാക്കിയിട്ടുള്ളത്. പ്രവാസി സംഘടനകളുടെ സഹായത്തോടെയാണ് ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ശേഖരിച്ചത്. എംബസി കൗൺസിലർ, ഹെഡ് ഓഫ് ചാൻസറി ആൻഡ് കൗൺസിലർ വൈഭവ് തണ്ടാലെ, ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, ജനറൽ സെക്രട്ടറി അബ്രഹാം K. ജോസഫ്, അപെക്സ് ബോഡി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മീഡിയ 1 ദോഹ. വേനൽക്കാലത്തും മിതമായ കാലാവസ്ഥ കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒമാനിലെ ജബൽ അഖ്ദറിൽ ഇനി ഫെസ്റ്റിവൽ കാലമാണ്. ജൂലൈ 15 മുതൽ ആരംഭിച്ച് ഓഗസ്റ്റ് അവസാനം വരെ നീളുന്ന മേള ടൂറിസം മേഖലയ്ക്കും പ്രാദേശിക വ്യാപാരങ്ങൾക്കും വലിയ ഉണർവേകും. GCC രാജ്യങ്ങളിൽ നിന്നുള്ളവർ ചൂടിൽ നിന്ന് ആശ്വാസം തേടിയും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവരും ഇക്കാലയളവിൽ ജബൽ അഖ്ദറിലെത്തും. ജബൽ അഖ്ദറിന്റെ മനോഹരമായ പ്രകൃതി ഭംഗിയും കാലാവസ്ഥയും സാംസ്കാരിക പൈതൃകവും പ്രദർശിപ്പിക്കുന്നതാകും ഇത്തവണത്തെ ഫെസ്റ്റിവൽ. ദാഖിലിയ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് അവസാനം വരെ നീളുന്ന ഫെസ്റ്റ് പ്രാദേശിക ടൂറിസം വികസനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും വലിയ ഊർജ്ജമാകും. കായിക വിനോദ പരിപാടികൾക്കൊപ്പം പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെയും സംരംഭങ്ങളുടെയും പ്രദർശനങ്ങളും ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കുട്ടികൾക്കും യുവാക്കൾക്കും കുടുംബങ്ങൾക്കുമായി പ്രത്യേക പരിപാടികളും ഒരുങ്ങുന്നുണ്ട്. ഒമാൻ വിഷൻ 2040 ലക്ഷ്യങ്ങൾ മുൻനിർത്തി പ്രാദേശിക കർഷകർക്കും ചെറുകിട സംരംഭകർക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനുള്ള വലിയൊരു വേദി കൂടിയാണ് ഫെസ്റ്റിവൽ. കഴിഞ്ഞ വർഷം നടന്ന ഫെസ്റ്റിവലിൽ നിരവധി ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, കരകൗശല കുടുംബങ്ങൾ എന്നിവർ പങ്കെടുത്തിരുന്നു. 100-ലധികം പേർക്ക് നേരിട്ടും പരോക്ഷമായും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ജബൽ അഖ്ദറിൽ കഴിഞ്ഞ വർഷം മാത്രം എത്തിയത് 2,22,151 സന്ദർശകരാണ്. GCC രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരും എത്തിയത്. മീഡിയ 1 മസ്കത്ത്. UAE പ്രവേശന വിസയില്ലാത്ത യാത്രക്കാർക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായി ഒമാനിലെ മുസന്തം ഗവർണറേറ്റ് പുതിയ മുവാസലാത്ത് ഷട്ടിൽ ബസ് സർവീസ് ആരംഭിക്കുന്നു. കസബ്, ബുഖ, സുഹാർ എന്നിവയെ ബന്ധിപ്പിക്കുന്ന സർവീസ് ഈ മാസം 17 മുതൽ പ്രവർത്തനം തുടങ്ങും. സാധാരണയായി മുസന്തം ഗവർണറേറ്റിൽ നിന്ന് ഒമാനിലെ മറ്റു ഭാഗങ്ങളിലേക്ക് റോഡ് മാർഗം സഞ്ചരിക്കാൻ UAE ഭൂപ്രദേശത്തിലൂടെ കടന്നു പോകേണ്ട സാഹചര്യമുണ്ടെന്നാൽ UAE എൻട്രി വിസ ഇല്ലാത്ത യാത്രക്കാർക്ക് അത് വലിയ തടസ്സമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ബദൽ യാത്രാ മാർഗമായി പുതിയ ഷട്ടിൽ സർവീസ് തുടങ്ങുന്നത്. എല്ലാ ബുധനാഴ്ചകളിലും കസബിലും ബുഖയിലും നിന്ന് യാത്രക്കാർക്ക് ബസ്സിൽ കയറാനാകും. സർവീസിൻ്റെ അവസാന സ്റ്റോപ്പ് സുഹാറിലെ മുവാസലാത്ത് ബസ് സ്റ്റേഷനാണ്.
സ്തനാർബുദ പ്രതിരോധത്തിനും അസ്ഥി ആരോഗ്യ പരിശോധനയ്ക്കും അത്യാധുനിക സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി കുവൈത്തിലെ പ്രമുഖ ആരോഗ്യ സ്ഥാപനമായ സൂപ്പർ മെട്രോ മെഡിക്കൽ സെന്റർ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ത്രിമാന മാമോഗ്രാം സേവനമാണ് സാൽമിയയിലെ സൂപ്പർ മെട്രോയിൽ ആരംഭിച്ചത്. പരമ്പരാഗത മാമോഗ്രാമിനെ അപേക്ഷിച്ച് കൂടുതൽ കൃത്യതയോടെ ചെറിയ അസാധാരണത്വം പോലും ഈ പരിശോധനയിലൂടെ കണ്ടെത്താൻ സാധിക്കും. അസ്ഥികളുടെ ബലവും സാന്ദ്രതയും വിലയിരുത്തുന്ന ബോൺ മിനറൽ ഡെൻസിറ്റി സ്കാൻ സേവനവും ഇവിടെ ലഭ്യം. വയോജനങ്ങൾക്കും വൈറ്റമിൻ ഡി കുറവുള്ളവർക്കും ഓസ്റ്റിയോപോറോസിസ് സാധ്യതയുള്ളവർക്കും ഈ പരിശോധന ഏറെ പ്രയോജനകരമാണെന്ന് സൂപ്പർ മെട്രോ മാനേജ്മെന്റ് അറിയിച്ചു. നടൻ സലീം കുമാറിന്റെ വിയോഗത്തിൽ അനുശോചിച്ച് മാല്യങ്കര SNM കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ദുബായിൽ ഒത്തുചേർന്നു. സലീം കുമാർ സജീവാംഗമായിരുന്ന സാഗ എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും അക്കാഫിന്റെയും നേതൃത്വത്തിലാണ് അനുശോചന ചടങ്ങ് സംഘടിപ്പിച്ചത്. അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ ടി ജോസഫ്, ഷൈൻ ചന്ദ്രസേനൻ, സാഗ UAE പ്രസിഡന്റ് അനൂപ് പ്രതാപ്, അനുരാജ്, ലക്ഷ്മി അരവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. പൊടിക്കാറ്റും മണൽക്കൂനകളും രൂപപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഒമാനിലെ മരുഭൂമി പാതകളിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ്. ശക്തമായ കാറ്റ് മൂലം അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉയരുകയും റോഡുകളിൽ മണൽക്കൂനകൾ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് ഡ്രൈവർമാരുടെ കാഴ്ച പരിധി കുറയ്ക്കുകയും അപകടങ്ങൾക്ക് കാരണമാകുമെന്നും RP മുന്നറിയിപ്പിൽ പറയുന്നു. വിവിധ ഗവർണറേറ്റുകളിലെ മരുഭൂമി പ്രദേശങ്ങളെയും അവയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളും ചൂണ്ടിക്കാണിച്ചാണ് ROP ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയത്. നാളെ ലോകകപ്പ് ഉദ്ഘാടന ദിവസത്തിൽ സൗദിയിൽ മീഡിയ 1 സൂപ്പർ കപ്പ് ഫുട്ബോളിനും കിക്ക് ഓഫ്. അർദ്ധരാത്രിയോടെ കിഴക്കൻ പ്രവിശ്യയിലെ അൽ അക്സയിലാണ് മത്സരം. 8 ടീമുകൾ പങ്കെടുക്കുന്ന മത്സരം സെന്റർ സ്റ്റേഡിയത്തിലാണ് നടക്കുക. മാർക്ക് ആൻഡ് സേവ് മുഖ്യ പ്രായോജകരായ മീഡിയ 1 സൂപ്പർ കപ്പിന് നാളെ വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയാണ് കിക്ക് ഓഫ്. മാസ ഗ്രൂപ്പും പ്രായോജകരായ മത്സരത്തിൽ 8 ടീമുകൾ ഏറ്റുമുട്ടും. ആദ്യ മത്സരത്തിൽ അൽ ഫദായിൽ മെഡിക്കെയറും കളർ പാലസ് നവോദയയും ഏറ്റുമുട്ടും. രണ്ടാം മത്സരത്തിൽ കൊമ്പുവർക്ക് ഷിഫ മെഡിക്സും കോയ സ്റ്റായ് സൽമാനിയും തമ്മിൽ. നാളെ അൽഹസയിൽ നടക്കുന്ന മീഡിയ 1 സൂപ്പർ കപ്പ് സീസൺ 2വിന്റെ എല്ലാ ഒരുക്കങ്ങളും വളരെ നല്ല നിലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ നടന്ന പിക്ചർ റിലീസിന് ശേഷം എല്ലാ ടീമുകളും വളരെ ആവേശത്തിലാണ്. നാളെ ഇവിടെ നടക്കുന്ന മത്സരങ്ങൾ കാണാൻ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും നമ്മൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഹിഫയുമായി സഹകരിച്ചാണ് ടൂർണമെന്റ്. മൂന്നാം മത്സരത്തിൽ മാസ് ഹജർ KMCC ഹരിത FCയും മസ സോക്കറും പോരിനിറങ്ങും. ബദർ ഗ്രൂപ്പ് PFCയും ഫ്ലൈജിയോൺ കാർഗി യുണൈറ്റഡുമാണ് നാലാം മത്സരത്തിൽ കളത്തിലിറങ്ങുക. ഇവിടെ 8 ടീമുകൾ പങ്കെടുക്കുന്ന എല്ലാ ടീമുകളും കപ്പ് നേടാനായിട്ട് ഒന്നിനൊന്ന് മത്സരത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഏറ്റവും വലിയ ഗംഭീരമായ ഒരു മാച്ചായിട്ട്, ഒരു ടൂർണമെന്റായിട്ട് മീഡിയ 1 സൂപ്പർ കപ്പ് മാറട്ടെ. പുലർച്ചെയാണ് സെവൻസ് ഫോർമാറ്റിലുള്ള മീഡിയ 1 സൂപ്പർ കപ്പിന്റെ ഫൈനൽ. മീഡിയ 1 അൽഹസ. മിഡിസ്റ്റ് അവർ തുടരുന്നു. 12 കോടി രൂപയോളം വിലയുള്ള സ്വർണ്ണാഭരണം മുതൽ വിലമതിക്കാനാവാത്ത വാച്ചുകൾ വരെ. വാച്ച് ആൻഡ് ജ്വല്ലറി മിഡിൽ ഈസ്റ്റ് ഷോ ഷാർജ എക്സ്പോ സെന്ററിൽ തുടങ്ങി. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ജ്വല്ലറി വാച്ച് പ്രദർശനങ്ങളിൽ ഒന്നാണിത്. 12 കോടിയോളം രൂപ വിലയുള്ള 11 കിലോ 21 ക്യാരറ്റ് സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു ഡ്രസ്സാണ് ഈ കാണുന്നത്. ഇതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ ഉണ്ട്. ഇതിപ്പോൾ ഉള്ളത് ഷാർജ എക്സ്പോ സെന്ററിലാണ്. ഇവിടെ വേൾഡ് വാച്ച് ആൻഡ് ജ്വല്ലറി എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10-ാം തീയതി മുതൽ ആരംഭിച്ച് 14-ാം തീയതി വരെ ആയിട്ടാണ് ഈ ഒരു എക്സ്പോ നടക്കുന്നത്. ഇത് മാത്രമല്ല, സ്വർണം കൊണ്ട് നിർമ്മിച്ച നിങ്ങളെ അമ്പരപ്പിക്കുന്ന ഒരുപാട് രൂപകൽപ്പനകളും നിർമ്മിതികളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വാച്ചുകളും അതുപോലെ തന്നെ മറ്റ് സ്വർണ്ണാഭരണങ്ങളും ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാനുള്ള, അത് അറിയാനുള്ള, അത് വാങ്ങാനുള്ള ഒരു അവസരമാണ് ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്നത്. 19 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം എക്സിബിറ്റർമാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ സ്വർണം, ഡയമണ്ട്, ജെംസ്റ്റോൺ, ലക്ഷറി വാച്ചുകൾ എന്നിവയുടെ പുതിയ ട്രെൻഡുകളും ഡിസൈനുകളുമാണ് പ്രദർശിപ്പിക്കുന്നത്. In this edition we have approximately 400 exhibitors from 19 countries. We've added a lot of new jewelries and we have also our lab diamond area for all the family and jewelry lovers, watch lovers. They are all welcome to come here. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗമായ ജെം ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ടിംഗ് പ്രൊമോഷൻ കൗൺസിലിന്റെ സ്പോൺസർഷിപ്പിൽ ഇന്ത്യയിൽ നിന്നും നിരവധി സംരംഭകർ ഇത്തവണ ഷാർജയിൽ എത്തിയിട്ടുണ്ട്. We participate in various shows through GJPC, participate in Vegas, Hong Kong, Vicenza, then even in Germany, Munich show, and now this is the first time we are participating in Sharjah.
ഇന്ത്യക്ക് പുറമെ ഇന്റർനാഷണൽ പവലിയനുകൾ വഴി ഇറ്റലി, ചൈന, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രത്യേക കളക്ഷനുകളും മേളയിൽ അണിനിരന്നു. ഷാർജയിൽ നിന്ന് യാസിർ അറഫാത്തിനൊപ്പം അക്ഷയ് പേരാവൂർ, മീഡിയ വൺ. സൗദിയിലെ കുടുംബങ്ങൾക്കായി ഒരുക്കുന്ന സൗദി മീഡിയ വൺ ലുലു സ്റ്റാർ ഷെഫ് മത്സരങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ വെള്ളിയാഴ്ച അവസാനിക്കും. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് ഇതുവരെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. ഈ മാസം 18, 19, 20 തീയതികളിലായി ദമാം, റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിലായിട്ടായിരിക്കും മത്സരങ്ങൾ. കുടുംബത്തോടൊപ്പം ഒരാഘോഷം, അതാണ് മീഡിയ വൺ ലുലു സ്റ്റാർ ഷെഫ്. കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും കളത്തിലിറങ്ങാൻ വിവിധ മത്സരങ്ങളുടെ ചൂടാറ്റാൻ മ്യൂസിക്കൽ ഇവന്റ്, മാജിക് ഷോ, അങ്ങനെ വൈബുകൾ ഏറെ. ഇതുവരെയില്ലാത്ത തയ്യാറെടുപ്പുകളാണ് ഓരോ മത്സരാർത്ഥികളും സ്റ്റാർ ഷെഫിനായി നടത്തുന്നത്. പുതിയ പരീക്ഷണങ്ങൾ, പുതിയ രുചികൾ, അങ്ങനെ ഏറെ കാര്യങ്ങളുണ്ട് ഇത്തവണത്തെ സ്റ്റാർ ഷെഫിൽ. മത്സരങ്ങൾ കടുക്കുമെന്നതിൽ തർക്കമില്ല. ഈ വരുന്ന 19-ാം തീയതി മലാസ് ലുലുവിൽ വെച്ച് മീഡിയ വൺ നടത്തുന്ന സൂപ്പർ ഷെഫ് കോമ്പറ്റീഷനിൽ ഞാനും ഉണ്ട് പങ്കെടുക്കാൻ. ഇതിന്റെ മുന്നേയും മീഡിയ വൺ ഇതുപോലുള്ള നല്ല പരിപാടികളൊക്കെ നടത്തിയിരുന്നു. അതിൽ ചിലതിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിരുന്നു. ഇൻഷാ അല്ലാഹ് മീഡിയ വൺ ഇനിയും ഇതുപോലുള്ള നല്ല പരിപാടികൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മത്സരങ്ങളിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ വെള്ളിയാഴ്ചയാണ് അവസാനിക്കുക. പാചക മത്സരങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒരുപോലെ അവസരമുണ്ട്. ജയ് മസാലയാണ് സ്റ്റാർ ഷെഫിന്റെ പ്രസന്റിംഗ് സ്പോൺസർ. 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് സ്റ്റാർ ഷെഫ് മത്സരം. 7 മുതൽ 14 വയസ്സ് വരെയുള്ളവർക്കായാണ് ജൂനിയർ ഷെഫ്. പാചകം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കും മത്സരങ്ങളുടെ ഭാഗമാകാം. 055-747-2939 എന്ന നമ്പർ വഴിയാണ് രജിസ്ട്രേഷൻ. നിങ്ങളുണ്ടാക്കിയ വിഭവം രുചിച്ചു നോക്കാൻ എത്തുന്നത് ഷെഫ് പിള്ളയാണ്. കൂടെ ഫജീദ ആഷിഖും കല്ലുവും. 1.5 ലക്ഷം റിയാൽ മൂല്യമുള്ള സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. കേക്ക് ഡെക്കറേഷൻ, ലിറ്റിൽ പിക്കാസോ, ഈറ്റിംഗ് ടൈറ്റൻസ് തുടങ്ങി മൊത്തം 6 ഇനം മത്സരങ്ങളാണ് സ്റ്റാർ ഷെഫിന്റെ ഭാഗമാകുക. അതായത് കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും സ്റ്റാർ ഷെഫിൽ മത്സരിക്കാം. രാജ് കലേഷിന്റെ മാജിക് ഷോ, ദാന റാസിക്, ദുറ റാസിക് എന്നിവരുടെ മ്യൂസിക്കൽ നൈറ്റ് എന്നിവയും മത്സരദിനത്തിൽ ആവേശമാകും. മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും ലഭ്യമാകും. മീഡിയ വൺ, റിയാദ്. സിവിൽ ID രേഖകളിൽ രക്തഗ്രൂപ്പ് ചേർക്കാനുള്ള പുതിയ ഡിജിറ്റൽ സേവനം സർക്കാർ ഏകീകൃത ആപ്പായ സഹേൽ വഴി ആരംഭിച്ചു. പൗരന്മാർക്കും പ്രവാസികൾക്കും ഏതാനും ഘട്ടങ്ങളിലൂടെ ഡിജിറ്റലായി സിവിൽ ID അപ്ഡേറ്റ് ചെയ്യാൻ ഈ സേവനം സഹായകമാകും. ഡിജിറ്റൽ സർക്കാർ സേവനങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള കുവൈത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് പുതിയ സംരംഭമെന്ന് അധികൃതർ അറിയിച്ചു. സൗദിയിലെ റിയാദിലെ ബത്തയിൽ മലപ്പുറം സ്വദേശി മരിച്ചു. മലപ്പുറം പാണ്ടിക്കാട് പന്തലൂർ സ്വദേശി ഷിൻഡോ ചാക്കോയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ചുമൈഷി ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റി. നിയമ നടപടികളുമായി വെൽഫെയർ വിംഗ് റിയാദ് മലപ്പുറം ജില്ലാ KMCC രംഗത്തുണ്ട്. മലയാളി പ്രവാസി മനസ്സുകളിൽ ഇടം പിടിച്ച മാധ്യമപ്രവർത്തകനും ചരിത്രകാരനുമായ സമീലിന്റെ വിയോഗത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ച സൗദിയിലെ റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം. സഹപ്രവർത്തകരും സുഹൃത്തുക്കളും മീഡിയ ഫോറം പ്രതിനിധികളും ചടങ്ങിൽ സമീലിനെ അനുസ്മരിച്ചു. ഗൾഫ് മാധ്യമത്തിന്റെ സൗദിയിലെ ബ്യൂറോകളിൽ ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറത്തിന്റെ വൈസ് പ്രസിഡന്റും സജീവ അംഗവുമായിരുന്നു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മലപ്പുറം ജില്ലക്കാരായ വിദ്യാർത്ഥികളെ ദുബായ് KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി ആദരിച്ചു. ടാലന്റ് ഈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ കൈമാറി. ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിദ്ദീഖ് കാലൂടി അധ്യക്ഷനായിരുന്നു. ലൈഫ് കോച്ച് മുഹമ്മദ് ഷാജി, കരിയർ കോച്ച് ജാഫർ പുൽപ്പറ്റ എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. കാൽനൂറ്റാണ്ടായി ഖത്തറിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ സജീവമായിരുന്ന ഇൻകാസ് നേതാവ് സുരേഷ് ബാബുവിന് കോഴിക്കോട് ജില്ലാ ഇൻകാസ് കമ്മിറ്റി യാത്രയയപ്പ് നൽകി. ICC കൊച്ചി ഹാളിൽ നടന്ന പരിപാടിയിൽ സഹപ്രവർത്തകരും സംഘടനാ നേതാക്കളും പങ്കെടുത്തു. സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദീഖ് പുറായിൽ ഉദ്ഘാടനം ചെയ്തു. അബ്ദുള്ള KT, ഹരീഷ് കുമാർ, KK ഉസ്മാൻ, ഷാഹിദ് PP തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ തുടരുന്നു. കോട്ടയം കൂട്ടിക്കൽ വിസ തട്ടിപ്പ് കേസ് പ്രതിപിടിയിൽ ഓർക്കിഡ് കൺസൾട്ടൻസി ഉടമ അനീഷ് ഉമ്മറിനെ മുണ്ടക്കയം പോലീസാണ് അറസ്റ്റ് ചെയ്തത്.
പ്രതി 1 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. വിദേശ ജോലിക്കായി വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിലാണ് അനീഷ് ഉമറിനെ പോലീസ് പിടികൂടിയത്. കോഴിക്കോട് ഒളിവിൽ കഴിയവെയാണ് അറസ്റ്റ്. മുണ്ടക്കയം സ്റ്റേഷനിൽ മാത്രം ഇയാൾക്കെതിരെ 4 കേസുകളുണ്ട്. മറ്റു ജില്ലകളിലും അനീഷിനെതിരെ പരാതികൾ വ്യാപകമാണ്. പ്രതി 100 കണക്കിന് ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം തട്ടി. ആകെ 1 കോടി രൂപയിലധികം തട്ടിപ്പ് നടത്തിയതായും പോലീസ് കണ്ടെത്തി. കൂട്ടിക്കല് ഓർക്കിഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെ, കൺസൾട്ടൻസി സ്ഥാപനത്തിലൂടെ നിരവധി ആളുകളെ പറ്റിച്ച ആളാണ് അനീഷ് ഉമർ എന്ന് പറയുന്നത്. ഇവിടെ 5 കേസുകൾ നമ്മുടെ സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഉടനീളം പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് കേസുകൾ ആൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആള് കോഴിക്കോടുണ്ടെന്നുള്ളൊരു രഹസ്യവിവരം കിട്ടി നമ്മുടെ പാർട്ടി കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് ആളെ അറസ്റ്റ് ചെയ്തു. നേരത്തെ കേസെടുത്തതിന് പിന്നാലെ കൂട്ടിക്കലിലെ ഓഫീസ് പൂട്ടി പ്രതി മുങ്ങിയിരുന്നു. ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. മീഡിയ 1 കോട്ടയം. തിരുവനന്തപുരത്ത് BJP കൗൺസിലർ സുഗതന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ആകാശത്തേക്ക് വെടിവെച്ചതിൽ പോലീസിനെതിരെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായി. ആവശ്യമില്ലാത്ത വെടിയൊച്ചയാണ് തന്റെ മണ്ഡലത്തിലുണ്ടായത്. പോലീസ് ആശങ്കയുണ്ടാക്കരുതെന്നും കെ മുരളീധരൻ പറഞ്ഞു. ആവശ്യമില്ലാത്ത വെടിയൊച്ചയാണ്. പ്രശ്നങ്ങളൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് സ്ഥലം എന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം. പോലീസ് അത് തുടക്കത്തിൽ തന്നെ ഈ സംഭവത്തിന്റെ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്താണ് ഈ വെടിയുടെ ശബ്ദം കുറേശ്ശെ മുഴങ്ങാൻ തുടങ്ങിയത്. പക്ഷെ അതിനിപ്പോൾ വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായി. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ പോലീസ് ഉണ്ടാക്കാൻ പാടില്ല. ലാൽജി ജോർജ് എഴുതിയ ഋതം എന്ന സിനിമയുടെ തിരക്കഥ പുസ്തക രൂപത്തിൽ പ്രകാശനം ചെയ്തു. എക്സൈസ് മന്ത്രിയും ലിജു പ്രകാശനം ചെയ്തു. പ്രവാസി ഗ്ലോബൽ വെൽഫെയർ സെക്രട്ടറി ടൈറ്റസ് പുല്ലൂരാൻ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. ജോസഫ് ദുബായി, രാജൻ റാഫി, PV റാവുത്തർ തുടങ്ങിയവർ പങ്കെടുത്തു.